എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബോട്ടിൻ്റെ ഒരു പോർട്ടബിൾ സ്പീക്കറാണ്. പൊതുവേ നമ്മൾ ഈ ഒരു പോർട്ടബിൾ സ്പീക്കർ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ചെറിയൊരു കയ്യിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പോർട്ടബിൾ സ്പീക്കർ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ ഈ ഒരു ബോട്ടിൻ്റെ PartyPal 60 എന്ന് പറയുന്നത് അങ്ങനെ അല്ല. നമുക്കൊരു ഹോം തിയേറ്റർ പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ സ്പീക്കറാണ്. എന്തായാലും ഈ ഒരു ബോക്സ് ഓൾറെഡി ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞു. എന്നാലും വീണ്ടും ഒന്നുകൂടെയൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് ഞാൻ പറയുവാണ്. ഏറ്റവും മുകളിൽ നോക്കുവാണെങ്കിൽ ബോട്ടിൻ്റെ അവരുടെ ലോഗോ രണ്ട് സൈഡിലും ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി മുന്നിൽ നോക്കുവാണെങ്കിൽ വേഴ്സ് ദ പാർട്ടി എന്ന് എഴുതിയതിന് ശേഷം PartyPal 60 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബോട്ടിൻ്റെ ഒരു ലോഗോയും ഉണ്ട്, കൂടാതെ അവരുടെ ഒരു സ്പീക്കറും ഉണ്ട്. പിന്നെ കാർത്തിക് ആര്യാൻ്റെ ഒരു ഓട്ടോഗ്രാഫ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി വലതുവശത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയേക്കുന്നത് കാണാൻ സാധിക്കും. ഇമ്പോർട്ടഡ്, അതുപോലെ തന്നെ മാർക്കറ്റഡ് ബൈ എന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ നമുക്ക് അഡ്രസ്സുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇടതുവശത്ത് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. FM റേഡിയോ എൻ്റർ ദ സിറ്റി, അതുപോലെ തന്നെ പവർ പാക്ക് 2000 mAh ബാറ്ററി, വയർലെസ് ബ്ലൂടൂത്ത് 5.0 എക്സ്പീരിയൻസ്, പ്രീമിയം 20 watt പാർട്ടി സൗണ്ട് ഔട്ട്പുട്ട്, അതുപോലെ തന്നെ സൂപ്പർ കൺട്രോൾസ് എക്കോ വോളിയം മൈക്രോഫോൺ ജാക്ക് ഫോർ കരോക്കെ, അപ് ടു 4 hours ഓഫ് പ്ലേ ടൈം പെർ ചാർജ്, LED ലൈറ്റ് സ്വിച്ച് അപ്പ് ദ സീൻസ്, ഡൈനാമിക് ഇൻഡസ്ട്രിയൽ ഡിസൈൻ, ഓക്സിൻ USB TF കാർഡ് കോമ്പാറ്റിബിൾ, EQ മോഡിഫയർ, കസ്റ്റമൈസ് യുവർ സൗണ്ട്, പോർട്ടബിൾ സ്പീക്കർ അഡ്ജസ്റ്റബിൾ, ക്യാരിയിങ് സ്ട്രാപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്പീക്കറിൽ ഹൈലൈറ്റ് ആയിട്ട് അവർ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. മറു സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെയും ഇതുപോലെ ഒരു സെയിം നമ്മുടെ ഈ ഇവിടുത്തെ പാറ്റേൺ തന്നെയാണ്. ഗുരു രന്ധാവായുടെ ഒരു ഓട്ടോഗ്രാഫും അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബോക്സിന്റെ മുന്നിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ PartyPal 60 എന്ന് പറയുന്ന പോർട്ടബിൾ സ്പീക്കർ എന്ന് പറയുന്നത്. പൊതുവെ നമ്മളെല്ലാവരും ഒരു പോർട്ടബിൾ സ്പീക്കർ ആണ്, ഒരു സാധാരണ ഒരു പോർട്ടബിൾ സ്പീക്കർ ആണെന്നുള്ള രീതിക്ക് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു സാധനം നിങ്ങളുടെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് നിങ്ങൾ അന്തം വിടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലിയൊരു സാധനമാണ്, നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു പോർട്ടബിൾ സ്പീക്കർ അല്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു സ്പീക്കറിൻ്റെ കൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഒരു മൈക്കാണ്. നമുക്ക് കരോക്കയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഇട്ടിട്ട് പാട്ട് പാടാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു മൈക്കിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സ്പീക്കർ ഫിസിക്കലി നോക്കുവാണെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററും, അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 46 സെൻറ്റിമീറ്ററും, ഡെപ്ത് എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്ററുമാണ്. ഉറപ്പായിട്ടും നിങ്ങളൊരു പോർട്ടബിൾ സ്പീക്കർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഹൈറ്റും വെട്ടും അതുപോലെ തന്നെ ഡെപ്തും ഒക്കെ ഒന്ന് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് അന്തം വിടും. കാരണം ഇത്രയും വലിയൊരു സാധനമാണോ നമ്മളൊരു പോർട്ടബിൾ സ്പീക്കറായിട്ട് ഓർഡർ ചെയ്തതെന്നുള്ള രീതിയിൽ. എന്തായാലും ഈ ഒരു സ്പീക്കർ വർത്താണോ എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നതാണ്. ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിൽ തന്നെ നമുക്ക് 2 സ്പീക്കേഴ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സ്പീക്കേഴ്സിൽ നമുക്ക് LED ലൈറ്റ്സും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഏറ്റവും മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഒന്നുമില്ല. ഇനി വലതുവശത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. മോഡും അതുപോലെ തന്നെ ലൈറ്റ്, റെക്കോർഡ്, EQ, അതുപോലെ തന്നെ ചാനൽ, FM-, അതുപോലെ തന്നെ ഓട്ടോ സ്കാൻ, FM+, അതായത് നമുക്ക് റേഡിയോ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വോളിയം കൺട്രോൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എക്കോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. മൈക്കിൻ്റെ ലെവലിൽ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഓൺ ഓഫ് ബട്ടൺ കാണാൻ സാധിക്കും. അതിന് തൊട്ട് സൈഡിലായിട്ട് നമുക്കൊരു മൈക്രോ USB പോർട്ട് കാണാൻ സാധിക്കും. DC 5 watt ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭ്യമാകുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ ഒരു ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ടുള്ളൊരു LED ലൈറ്റ് കാണാൻ സാധിക്കും. തൊട്ടടുത്ത് ഒരു USB പോർട്ട് കാണാൻ സാധിക്കും. TF കാർഡ് പോർട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓക്സിനും തൊട്ടടുത്ത് മൈക്കിൻ്റെ ഒരു പോർട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു സ്പീക്കറിൽ പൊതുവെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഫിസിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായും പ്ലാസ്റ്റിക്കിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക് തന്നെയാണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും അതാണ് ഇതിലൊരു ചെറിയ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ എന്തായാലും ഈ ഒരു പോർട്ടബിൾ സ്പീക്കർ ബ്ലാക്ക് കളറിൽ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. 2999 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു സാധനം ഞാൻ മേടിച്ചിട്ടുള്ളത്. നമുക്ക് ബിഗ് ബില്യൺ ഡേ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയാണെന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു
3999 അല്ലെങ്കിൽ 4500 ഒക്കെ ആവും. എന്തായാലും ഈ ഒരു BBD കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉറപ്പായിട്ടും ആ റേറ്റ് എത്രയാണോ അത് ഞാൻ കമൻറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എന്നാലും ഇപ്പോൾ ഈ ഒരു സ്പീക്കർ വാങ്ങിച്ചിരിക്കുന്നത് 2999 രൂപയ്ക്കാണ്. പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 20 വോട്ടാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വലിയൊരു ഹാളിലാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിക്ക് തന്നെ എല്ലാവർക്കും കേൾക്കാവുന്ന രീതിക്ക് തന്നെ സൗണ്ട് ഈ ഒരു പോർട്ടബിൾ സ്പീക്കറിൽ നിന്നും ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.0 ആണ്. കൂടാതെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. 2000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നമുക്ക് ഈ ഒരു സ്പീക്കറിന്റെ കൂടെ ലഭ്യമാകുന്നത്. 3.5 അവേഴ്സ് വേണം ഒരു 100% ചാർജ് ആകാനായിട്ട്. അതുപോലെ തന്നെ ഒരു 4 മണിക്കൂർ നമുക്ക് ഈ ഒരു സ്പീക്കറിൽ നിന്നും പാട്ട് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു 2000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനിലാണ് നമുക്ക് ഈ ഒരു PartyPal 60 എന്ന് പറയുന്ന നമ്മുടെ പോർട്ടബിൾ സ്പീക്കർ ലഭ്യമാകുന്നു എന്നതുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നമുക്ക് പിന്നെ ഇത് ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇതിൽ നമുക്കൊരു ഡിഫക്റ്റ് ആയിട്ട് തോന്നുന്നത്. അതൊരിക്കലും ഡിഫക്റ്റ് അല്ല. കാരണം 2999 അല്ലെങ്കിൽ 4000 രൂപയ്ക്ക് നമുക്ക് 20 വോട്ട് ഒരു പോർട്ടബിൾ സ്പീക്കറിൽ ലഭ്യമാക്കുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം. Power on. You've plugged into Nirvana. Bluetooth mode. നമ്മൾ പവർ ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ടോ പല പല കളേഴ്സ് RGB കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് ഇതുപോലെ പാർട്ടിയൊക്കെ ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മൾ കടലിൻ്റെ കടയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഔട്ട്ഡോറിലോ ഒക്കെ പോയിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ കൂടിയിട്ട് നമ്മൾ കുറച്ച് പാർട്ടി അതുപോലെ തന്നെ ഡാൻസ് കളിക്കണമെങ്കിൽ ഇതുപോലെ ഈ ഒരു പോർട്ടബിൾ സ്പീക്കർ മാത്രം മതി നമുക്ക് ആ ഒരു നിമിഷം നമുക്ക് എൻജോയ് ചെയ്യാൻ. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്പീക്കർ ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് അതിനുശേഷം ബ്ലൂടൂത്തിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ ഒരു PartyPal 60 എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് പെയർ ആവും. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഓൾറെഡി അപ്പോൾ കണക്റ്റഡ് ആയി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പാട്ട് ഇതിലെങ്ങനെയാണ് ഔട്ട്പുട്ട് എന്നുള്ളത് പറഞ്ഞുതരാം. Close till I get up. Time is barely on our side. I don't wanna waste what's left. And we'll go through the wastelands, through the highways, till my shadow through the sun rays. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ, ഞാനിപ്പോൾ ഈ ഒരു സോങ് പ്ലേ ചെയ്തതുപോലെ കുറച്ച് മറ്റുള്ള സോങ്ങുകളും, അതായത് സിനിമ പാട്ടുകളും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആൽബംസും ഒക്കെ ഞാനൊന്ന് കേട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് നമുക്കിതിൽ നിന്നും ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. പിന്നെ പൊതുവേ പറയുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ബോട്ടിലൊക്കെ ലഭ്യമാകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഈ ഒരു പോർട്ടബിൾ ആണെങ്കിലും അതുപോലെ തന്നെ ഇയർഫോൺ ആണെങ്കിലും ബേസ് കൂടി നിന്നിട്ട് ഒരു മോണോ അല്ലെങ്കിൽ സ്റ്റീരിയോ എന്ന് പറയുന്നത് ചെറിയൊരു രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. ഈ ഒരു ബേസ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ഈ ഒരു ബോട്ടിൻ്റെ PartyPal 60 നമുക്ക് ലഭ്യമാകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങളൊരു പാർട്ടി ലവറാണ്, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നിങ്ങൾ ഇതുപോലെ പോയിട്ട് നിൽക്കുന്ന സമയത്ത് നല്ല രീതിക്ക് സൗണ്ട് കേട്ടിട്ടുള്ളൊരു സ്പീക്കറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ സ്പീക്കർ തന്നെയാണ് ഈ ഒരു PartyPal 60 എന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ആക്ച്വലി ഇതിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോഴത്തേക്ക് അവർ എഴുതിയിരുന്നത് ടൈപ്പ് എന്ന് പറയുന്നത് ഹോം തിയേറ്റർ ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളത് തന്നെയാണ്. ചെറിയ റൂമിലാണ് നമ്മളിത് പാട്ട് ഒരു 100% ഇടുന്നെങ്കിൽ നല്ല രീതിക്ക് തന്നെ സൗണ്ട് കേൾക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങൾക്കൊരു വർത്ത് ബൈയിങ് തന്നെയായിരിക്കും ഈ ഒരു PartyPal 60 എന്ന് പറയുന്നത്. നിങ്ങളൊരു ഹാളിൽ അതുപോലെ തന്നെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വെച്ച് നിങ്ങൾക്കൊരു പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഈ ഒരു റേഞ്ചിൽ, അതായത് 2999 അല്ലെങ്കിൽ 3500 ആയിക്കോട്ടെ, 3500 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന നല്ലൊരു പോർട്ടബിൾ സ്പീക്കറാണ് ഈ ഒരു PartyPal 60 എന്ന് പറയാനായിട്ട് എനിക്ക് യാതൊരുവിധ മടിയുമില്ല. എന്തായാലും നിങ്ങൾക്ക് സൈസിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ, കോംപ്രമൈസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക്
ഈ ഒരു പോർട്ടബിൾ സ്പീക്കർ വാങ്ങിക്കാവുന്നതാണ്. 3000 രൂപയ്ക്ക് ഈ ഒരു ബിഗ് ബില്യൺ ഡേയിൽ കിട്ടിയെങ്കിലും ഉറപ്പായിട്ടും ഇത് ബിഗ് ബില്യൺ ഡേയ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു 3500 അല്ലെങ്കിൽ 4000 രൂപ ആയിരിക്കാം. എന്തായാലും ഒരു 3500-4000 രൂപയ്ക്ക് മേടിക്കുന്നതിൽ യാതൊരുവിധ നഷ്ടവുമില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കരോക്കെ സോങ്സ് പാടാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് മേടിക്കാവുന്ന ഒരു സ്പീക്കറും കൂടി തന്നെയാണ് ഈ ഒരു ബോട്ടിൻ്റെ പാർട്ടിപാൽ എന്നുള്ളത്. പാർട്ടികൾ നമുക്ക് എൻജോയ് ചെയ്യാൻ മാത്രമല്ല, ഈവൻ നിങ്ങൾക്ക് ആ ഒരു പാർട്ടിയിൽ പോയിട്ട് നിങ്ങൾക്കൊരു കരോക്കെ സോങ് നിങ്ങൾക്ക് പാടണമെങ്കിലും ഉറപ്പായിട്ടും ഈ ഒരു പോർട്ടബിൾ സ്പീക്കർ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്കിവിടെ പാട്ടിൻ്റെ വോളിയവും അതുപോലെ തന്നെ മൈക്കിൻ്റെ വോളിയവും നമുക്ക് 2 ബട്ടൺസിലൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്ന് കുറച്ചിട്ട് നമുക്ക് നമ്മുടെ പാടുന്ന മൈക്കിൻ്റെ വോളിയം നമുക്ക് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കരോക്കെ സോങ്സ് നമുക്ക് പാടാൻ സാധിക്കുന്നതാണ് ഈ ഒരു പോർട്ടബിൾ സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ 2 കാര്യങ്ങളാണ്, നമുക്ക് ഒരേ സമയത്ത് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും സാധിക്കും, അതുപോലെ തന്നെ നമുക്ക് കരോക്കെ യൂസ് ചെയ്ത് പാട്ട് പാടാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പോർട്ടബിൾ സ്പീക്കറിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫാമിലിയായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.